ഹായ് ഹലോ എല്ലാവർക്കും മനു സ്വിച്ച് ക്ലബിൻ്റെ ദുബായ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദുബായ് സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണിത്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റുകളും മിസ്സാക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്, ഡെസേർട്ട് സഫാരി. ഇന്ന് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ കോളം തികഞ്ഞിട്ടാണ് പോകുന്നത്. ചില ദിവസങ്ങളിൽ ചേച്ചിയോ ആരെങ്കിലുമൊക്കെ മിസ്സാവാറുണ്ടല്ലോ. പിന്നെ നമ്മൾ നേരത്തെ ഡെസേർട്ട് സഫാരിക്ക് ബുക്ക് ചെയ്തതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ അവരവരുടെ വണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വണ്ടിയിലാണ് വീട്ടിൽ നിന്നേ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ക്യാമറാമാൻ അപ്പുവാണ്. അവനാണ് ഒരുവിധം വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ആ ഒരു ഡെസേർട്ട് സഫാരിയുടെ ഫീല് കിട്ടാനാണോന്നറിയില്ല, നല്ല അടിപൊളി അറബിക് സോങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അറബിക് സോങ്ങും കൂടി കേട്ട് നമ്മൾ ഈ ദുബായിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡ്രൈവർ. നമ്മൾ ഏകദേശം 3 മണിയോടുകൂടി നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരമാണ് നമ്മൾ പോകുന്ന ഡെസേർട്ടിലേക്കുള്ളത്. ഇവിടെയുള്ള ഡെസേർട്ട് സഫാരിയുടെ പ്രധാന അട്രാക്ഷൻസാണ് ഒന്ന് ഡ്യൂൺ ബാഷിങ്, അതായത് നമ്മുടെ ഈ ഡെസേർട്ടിലൂടെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് വണ്ടി ഓടിക്കുക. മറ്റൊരു മെയിൻ അട്രാക്ഷൻ ക്യാമൽ റൈഡാണ്. അതുമാത്രമല്ല, പിന്നെ ഇവിടെയുള്ളത് നമുക്ക് തന്നെ ഡെസേർട്ടിലൂടെ പോകുന്ന സ്കൂട്ടർ ഓടിക്കാം. അതിനുശേഷം നമ്മളെ ക്യാമ്പ് സൈറ്റിലെത്തിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബെല്ലി ഡാൻസും അതുപോലെയുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസും, അതുകൂടാതെ ബാർബിക്യൂ ഡിന്നറും. ഇതാണ് ഒരു ഡെസേർട്ട് സഫാരിയിൽ ബേസിക്കായിട്ട് ഉണ്ടാവുക. കുറച്ചു ദൂരം വന്നതിന് ശേഷം ഇതുപോലുള്ള ഡെസേർട്ടിൽ നിർത്തി. ഇവിടെയാണ് നമ്മൾ സ്കൂട്ടർ ഓടിക്കാൻ പോകുന്നത്. ഈ മണലിലൂടെ ചെരുപ്പിട്ട് നടക്കലൊരു ടാസ്ക് തന്നെയായിരുന്നു. കാലതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നതായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത്. ഇതുപോലെ 2 പേർക്ക് ഇരിക്കാനുള്ള സ്കൂട്ടേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല 2-3 ടൈപ്സ് വണ്ടികളുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് വേണമെന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് പോവാം. ഓരോന്നിനും ഓരോ പേയ്മെൻറ്റാണ്. അപ്പോൾ നമുക്കത് നോക്കി അതിനനുസരിച്ച് ചെയ്യാം. ഏകദേശം നമുക്ക് 20-25 മിനിറ്റാണ് ടൈം. അങ്ങനെ നമുക്കുള്ള വണ്ടികളും കിട്ടി. അബിക്കുട്ടൻ അവൻ്റെ രഞ്ജുവേട്ടൻ്റെ കൂടെ ആദ്യം തന്നെ സ്ഥാനം പിടിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ രീതിയിലൊരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു എന്ന് വേണം പറയാം. നമ്മുടെ നോക്കെത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന മരുഭൂമി. നമ്മൾ അത്യാവശ്യം മയത്തിലൊക്കെയാണ് ഓടിച്ചിരുന്നത് കേട്ടോ. ചില വണ്ടികൾ പോകുന്നത് കണ്ടാൽ നമുക്ക് തന്നെ പേടിയാവും. അത്രയ്ക്ക് അഡ്വഞ്ചർ ആവാൻ നിന്നില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ അഡ്വഞ്ചർ ആവാൻ ശ്രമിച്ചു. ഇതുപോലെയുള്ള കുത്തിനുള്ള കയറ്റത്തിൻ്റെ അവിടെ പോയിട്ട് ഒരു വണ്ടി അവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ ആൾക്കാർ. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞാനും ചേച്ചിയൊന്ന് ഓടിക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ സുഖമായിട്ട് പോയി.
എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ വണ്ടിയിൽ കയറി. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് നിർബന്ധമാണ്. പിന്നെ ഈ വണ്ടിയിൽ മുകളിൽ ഇങ്ങനത്തെ ഒരു ബാറുണ്ട്, അവിടെ മാത്രമേ നമ്മൾ പിടിച്ചിരിക്കാവൂ. സൈഡിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോരുമെന്നാണ് പറഞ്ഞത്. അത്രത്തോളം ഷേക്കിംഗ് ഉണ്ടാവും. ബാക്കിലിരിക്കുന്നവരും ഫ്രണ്ടിലിരിക്കുന്നവരും നടുവിലിരിക്കുന്നവരും എല്ലാവരും ഒരേപോലെ സീറ്റ് ബെൽറ്റ് ഇടണം. അങ്ങനെ നമ്മളെല്ലാവരും ഒരു അഡ്വഞ്ചർ ജേണിക്ക് റെഡിയായി. ഏകദേശം സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ അഡ്വഞ്ചർ യാത്ര. വീഡിയോയിൽ എത്രത്തോളം ആ ഫീല് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. ഈ മുന്നിലൊക്കെയുള്ള വണ്ടികൾ പോകുന്നത് കണ്ടാൽ മനസ്സിലാവും ഏകദേശം അവർ പേർപ്പസ്ഫുള്ളി ഷെയ്ക്ക് ചെയ്യാനും അതുപോലെ നമ്മളൊന്ന് കുലുങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ഓടിക്കുന്നത്. അതാണല്ലോ അതിൻ്റെ ഒരു ഫൺ. ഏറ്റവും ബാക്കിലായിരുന്നു നമ്മളിരിക്കുന്നുണ്ടായിരുന്നു. അവിടേക്കായിരുന്നു ഏറ്റവും കുലുക്കം. അബിക്കുട്ടനെ ചെറുതായിട്ട് ഒരുപാട് കുലുങ്ങിയത് കൊണ്ട് വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നു. പക്ഷെ വൊമിറ്റ് ചെയ്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മിഡിലിൽ ഇരിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അങ്ങനെ ആദ്യമായിട്ട് മരുഭൂമിയിൽ വെച്ചിട്ട് നമ്മളൊരു സൺസെറ്റ് കാണാൻ പോവുകയാണ്. അങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടി അവരൊരു സ്പോട്ടിൽ നിർത്തി തന്നു. ഇതിലൂടെ നടക്കുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. ഒന്നാമത് മണൽ, അതിലൂടെയുള്ള കയറ്റം നമ്മൾ വിചാരിച്ച പോലെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക് പോവാണ്. അതിനിടയ്ക്ക് റിഫ്രഷ്മെൻറ്റിന് ഒരു സ്ഥലത്ത് നിർത്തിയിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ട് കാപ്പി കുടിക്കും, അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ വാങ്ങുകയും ചെയ്തു. പിന്നെ ഒരു ഡെസ്റ്റിനേഷനിൽ വണ്ടി നിർത്തിയിട്ട് അവർ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ക്യാമ്പിൻ്റെ അവിടേക്ക് അവരുടെ മറ്റൊരു വണ്ടിയിൽ വേണം പോകാമെന്ന്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മറ്റേ വണ്ടിയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു. നമ്മുടെ ഡ്രൈവറും നമ്മുടെ കൂടെ ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ലാൻഡ് ക്രൂയിസർ ആയിരുന്നു വണ്ടി, അതുകൊണ്ട് ഇത്തിരി സ്പേഷ്യസും ആയിരുന്നു. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ ദൂരെ ക്യാമ്പിൻ്റെ ലൈറ്റ്സ് ഒക്കെ കാണാം. ഇതിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. നമ്മുടെ അടുത്ത പരിപാടി ക്യാമൽ റൈഡായിരുന്നു.
അതിന് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അവരിങ്ങനെ 2 ക്യാമൽസിന് ഒരുമിച്ചാണ് കൊണ്ടുപോകണം കേട്ടോ. അതിൽ കയറാനും ഇറങ്ങാനും ഇത്തിരി പേടിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം അത് എണീക്കുമ്പോഴേക്കും ഒരു ആനപ്പുറത്ത് കയറുന്ന ഫീലായിരുന്നു. അത്രയും വലുതാണല്ലോ എൻ്റെ കാല്. അങ്ങനെ അബിക്കുട്ടനൊക്കെ ഇറങ്ങിയതിന് ശേഷം അടുത്ത് ഞങ്ങൾ കയറി. സത്യം പറഞ്ഞാൽ പേടിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു വീഴാതിരിക്കാൻ. സത്യം പറഞ്ഞാൽ ഒട്ടകത്തിനോട് പാവം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മരുഭൂമിയിലെത്തിയിട്ട് ഒരു വട്ടെങ്കിലും ഇതുവരെ കയറിയിട്ടില്ല. ഇനി കയറും ഉണ്ടാവില്ല മിക്കവാറും. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ എന്ന് വിചാരിച്ച് കയറിയിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ നമ്മുടെ ക്യാമ്പിലേക്ക് പോവാണ്. അങ്ങനെ ഉള്ളിലേക്ക് കയറിയത് നമ്മൾ ഇതുവരെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ ഇവിടെയല്ല, ഒരു കുറച്ച് മുകളിലായിട്ടാണ് ഇരുന്നത്. കാരണം അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് മുകളിലുള്ള ഭാഗത്താണ് പോയിരുന്നത്. അതിന് ഇത്തിരി എക്സ്ട്രാ പേയ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ അവർ നമുക്ക് ഫുഡ് അങ്ങോട്ട് കൊണ്ടുവന്ന് തരും. ഇവിടെ ആണെങ്കിൽ ബുഫേ പോലെയാണ്, നമ്മൾ പോയിട്ട് എടുക്കണം. താഴെയാണെങ്കിൽ അങ്ങനെ എന്തായാലും നനഞ്ഞു. അപ്പോൾ ഇനി കുളിച്ച് കയറാമെന്ന് പറഞ്ഞ പോലെ ഇതുവരെ എത്തിയിട്ട് അവരുടെ നാഷണൽ ബേർഡായിട്ടുള്ള ഫാൽക്കണെ ഒന്ന് കയ്യിൽ പിടിച്ചു. ആദ്യം അവരതിൻ്റെ ഇരിപ്പിടത്തോടെയാണ് കയ്യിൽ വെച്ചത്. പിന്നീടാണ് അത് മാറ്റി ശരിക്കും അതിനെ നമ്മുടെ കയ്യിൽ വെച്ച് തന്നത്. സ്റ്റാർട്ടറും മെയിൻ കോഴ്സും ബാർബിക്യൂം അതുപോലെ തന്നെ ഡെസേർട്ടും എല്ലാം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് തരും ഇവിടേക്ക്. ഇതുകൂടാതെ ഹുക്കയും ആൽക്കഹോളൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അത് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. ഈ സമയത്ത് താഴെ ബെല്ലി ഡാൻസൊക്കെ നടക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. വെജിറ്റേറിയൻസിന് ഓപ്ഷൻ അത്യാവശ്യം കുറവാണ്. നോൺ വെജിറ്റേറിയൻസ് തന്നെയാണ് സത്യം പറഞ്ഞത് മുതലാവുക. ഇതുപോലത്തെ ഒരു വെറൈറ്റി റൈസായിരുന്നു. പിന്നെ നമ്മൾ ഡെസേർട്ടിലേക്കും എത്തി. ഇവിടെ താഴെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടൊരു മെഹന്തി ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. ഇത് അവരുടെ പാക്കേജിലുള്ളതാണ് ഈ ചെറിയൊരു ഡിസൈൻ. ഇത് ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. ഒരു 1/2 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഇത് തീരാൻ. അങ്ങനെ അതിനൊക്കെ ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ മരുഭൂമിയോട് പതുക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാവരും ഒരുപോലെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒന്ന് തന്നെയായിരുന്നു ഈ ഡെസേർട്ട് സഫാരി. കുറച്ച് അഡ്വഞ്ചറസ് ആൻഡ് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റിയും പിന്നെ ഡെസേർട്ടിൽ വെച്ച് ആദ്യമായിട്ടാണ് സൺസെറ്റ് കാണുന്നത്. അതും പിന്നെ അവിടുത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസും എല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ദുബായിൽ വരുന്നവരെന്തായാലും ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഡെസേർട്ട് സഫാരി എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്.
നമുക്ക് ദുബായ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.